നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട് വീട്ടിൽ നമുക്ക് ഹോം മെയ്ഡായിട്ട് ഹോർലിക്സ് അല്ലെങ്കിൽ ഒരു ഹെൽത്ത് ഡ്രിങ്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. ഹോർലിക്സ് എന്ന് ഞാൻ പറഞ്ഞത് നമ്മൾ സാധാരണയായിട്ട് വീട്ടിൽ കുട്ടികൾക്ക് പാലിലൊക്കെ, അതായത് പാല് കുടിപ്പിക്കാൻ വേണ്ടിയിട്ട് അമ്മമാർ സാധാരണ യൂസ് ചെയ്യുന്ന ഒരു ട്രിക്കാണ് ഹോർലിക്സ് അല്ലെങ്കിൽ ബൂസ്റ്റ് അല്ലെങ്കിൽ അതുപോലത്തെ എന്തെങ്കിലും കോംപ്ലാനോ അങ്ങനെ പല പേരിലുണ്ടല്ലോ. അപ്പോൾ അത് എന്തെങ്കിലും വാങ്ങിച്ച് കലക്കി കൊടുത്തിട്ട് പാല് കുടിപ്പിക്കുന്ന ഒരു പരിപാടി. അപ്പം ഇതിന് മുന്നേ തന്നെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, കുറച്ച് നാളായി. അത് നമ്മുടെ ഈ പറയുന്ന ഹെൽത്ത് ഡ്രിങ്ക് എന്ന പേരിൽ ഇത്രയും നാൾ ഇറക്കിക്കൊണ്ടിരുന്ന ഹോർലിക്സും ബൂസ്റ്റും കോംപ്ലാനും ഒന്നും ഇനി ഹെൽത്ത് ഡ്രിങ്ക് എന്ന കാറ്റഗറിയിൽ പെടുത്തി വിൽക്കരുത് എന്ന് പറഞ്ഞിട്ടൊരു നിയമം ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഹെൽത്തി അല്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ആവശ്യത്തിൽ കൂടുതൽ അല്ലെങ്കിൽ കുട്ടികളുടെ ശരീരത്തിലേക്ക് ചെല്ലാവുന്നതിലധികം ഷുഗർ ഇതിനകത്ത് അധികമായി ആഡ് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ വേറെ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂട്ടിയത് കൊണ്ടാണ് അവർ അങ്ങനെ ഒരു നിയമം ഇറക്കിയത്. അപ്പം നമുക്ക് ഒട്ടും പേടിക്കാതെ വീട്ടിൽ തന്നെ കുറച്ച് സാധനങ്ങൾ മതി കേട്ടോ. നമുക്ക് കിട്ടുന്ന ലോക്കലി എല്ലാ ഷോപ്പുകളിലും കിട്ടുന്ന സാധനങ്ങൾ മാത്രം മതി ഇത് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കിയിട്ട് നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചത്. നമ്മൾ മുന്നേ നമ്മുടെ സെറിലാക്ക്, ഹോം മെയ്ഡ് സെറിലാക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. അതുപോലെ തന്നെ ന്യൂട്ടല്ല അല്ലെങ്കിൽ നമ്മുടെ പീനട്ട് ബട്ടർ ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഉണ്ടാക്കാറുള്ളതാണ്. അപ്പം അതൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെയുള്ളതൊക്കെ ഞാൻ വലിയ റിസ്കി ആയിട്ടുള്ളതൊന്നും ചെയ്ത് നോക്കാറില്ല, കാരണം അങ്ങനെ എക്സ്പേർട്ട് അല്ല കുക്കിങ്ങിൻ്റെ കാര്യത്തിൽ. അതുകൊണ്ട് അപ്പോൾ ഇത് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിലേക്ക് ആദ്യമായിട്ട് നമുക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടതെന്ന് പറഞ്ഞാൽ ഗോതമ്പാണ്. ഗോതമ്പ് ശരിക്കും മുളപ്പിച്ചാണ് എടുക്കുന്നത്. അപ്പോൾ സ്പ്രൗട്ടഡ് ആയിട്ടുള്ള സംഭവം എടുക്കുകയാണെങ്കിൽ അതാണ് കുറച്ചും കൂടി നല്ലത്. അപ്പം ഞാനെന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് മഴയും കൂടി ഉള്ളതുകൊണ്ട് മുളപ്പിച്ചത് ചിലപ്പം പൂപ്പൽ പെട്ടെന്ന് വരാനുള്ള സാധ്യതയുള്ളതുകൊണ്ടാണ് അത് എടുക്കാത്തത് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഡ്രൈ ഫ്രൂട്ട്സ് ആയിട്ട് ബദാമും അതുപോലെ തന്നെ നമ്മുടെ പീനട്ട് കപ്പലണ്ടിയാണ് കേട്ടോ വേണ്ടത്. പിന്നെ വേണ്ടത് കൊക്കോ പൗഡർ, അതുപോലെ കുറച്ച് പാൽപ്പൊടിയും, പിന്നെ നമുക്ക് പനങ്കൽക്കണ്ടം ചേർക്കാം, കൽക്കണ്ടം ചേർക്കാം, അല്ലെങ്കിൽ ശർക്കര പൊടി ചേർക്കാം. അപ്പം ഞാൻ ശർക്കര പൊടിയാണ് ഇവിടെ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഏതാണോ കയ്യിലുള്ളത് അത് ചേർക്കാം കേട്ടോ. എല്ലാം ഡ്രൈ ആയിരിക്കണം എന്ന് മാത്രം, നല്ലപോലെ കഴുകി ഉണക്കിയതായിരിക്കണം. അപ്പോൾ എന്നിട്ട് നമ്മൾ ഇതെല്ലാം കൂടി ഒന്ന് റോസ്റ്റ് ചെയ്യണം. അപ്പോൾ ഈ ഗോതമ്പൊക്കെ നമുക്ക് കളർ മാറി നല്ലപോലെ കളർ മാറി വന്ന് അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ എടുക്കാവുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ എന്നാലേ പൊടിഞ്ഞു കിട്ടുള്ളൂ. പിന്നെ കടലയുടെ കാര്യം പറയുമ്പോൾ കുറച്ച് അളവ് മതി കേട്ടോ കടല. അപ്പം ഞാൻ ഈ എടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ 1 കപ്പ് ഗോതമ്പ് പൊടി, ഏത് പാത്രത്തിൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ. പിന്നെ 2 ടേബിൾ സ്പൂൺ വെച്ചിട്ട് നമ്മുടെ പീനട്ട് ബട്ടർ അല്ലെങ്കിൽ പീനട്ട് അല്ലെങ്കിൽ നമ്മുടെ കപ്പലണ്ടി, അതുപോലെ തന്നെ 2 ബദാമും. പീനട്ട് കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ. എന്നിട്ട് നമ്മൾ ഇത് എല്ലാം തണുത്തതിന് ശേഷം ഇതുപോലെ മിക്സിയിലിട്ട് നമുക്ക് അടിച്ചെടുക്കാം. ആദ്യം ഇത് 3 മാത്രം അടിക്കണം. അത് കഴിഞ്ഞിട്ട് നല്ല പൊടിയായതിന് ശേഷം വേണം നമ്മൾ ശർക്കരയും കൂടെ ചേർത്തിട്ട് അടിക്കാനായിട്ട് കേട്ടോ. ശർക്കരയല്ല, നിങ്ങൾക്ക് ശർക്കര പൗഡർ അല്ല ഉള്ളത് എങ്കിൽ കൽക്കണ്ടം ചേർക്കാം, അല്ലെങ്കിൽ നമ്മുടെ പനങ്കൽക്കണ്ടവും ചേർക്കാം കേട്ടോ. പനങ്കൽക്കണ്ടമായിരിക്കും ഏറ്റവും ഹെൽത്തി. എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ അരിച്ചെടുത്ത് കഴിയുമ്പോൾ അതേതുപോലെ നല്ല നൈസായിട്ടുള്ള പൊടിയായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അരിച്ചെടുക്കണേ, അല്ലെങ്കിൽ ചിലപ്പം ഈ ഗോതമ്പ് ഇങ്ങനെ ചെറിയ ചെറിയ കട്ടയായിട്ട് കിടക്കും. എന്നിട്ട് നമ്മൾ ഇത് ഒന്നല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ ധാരാളം മതി കേട്ടോ. നമുക്ക് പാൽപ്പൊടിയാണ് എടുത്തേക്കുന്നത്. പാൽപ്പൊടി ഏത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. കുട്ടികളുടെ അല്ല, നമ്മുടെ വലിയവരുടെയാണ് ചേർത്തേക്കുന്നത്. പിന്നെ നമുക്ക് ആ ഒരു ചോക്ലേറ്റ് ടേസ്റ്റിന് വേണ്ടി 1 സ്പൂണ് കൊക്കോ പൗഡർ. ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമുള്ളവരാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇച്ചിരി ചേർക്കാതെ, ഇവർക്ക് അത്ര ഇല്ല. പിന്നെ വല്ല കയ്പും വന്നാലോ എന്ന് പേടിയായതുകൊണ്ടാണ് ഞാൻ ഒത്തിരി ചേർക്കാത്തത്. എന്നിട്ട് നല്ലപോലെ അതൊന്നങ്ങ് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ഇതുപോലെ എയർ ടൈറ്റ് കണ്ടെയ്നറിൽ എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഇതാ നമ്മുടെ ബൂസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുട്ടികൾക്ക് 1 സ്പൂൺ വെച്ചിട്ട് പാലിൽ കലക്കി കൊടുത്താൽ മതി.